ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ സെക്കൻഡ് വ്ലോഗ് ഇസ് ഔട്ട് നൗ. അപ്പം ഫസ്റ്റ് വ്ലോഗ്, അതായത് ഫസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പോയി കാണുക. അത് വളരെ കുറച്ച് ചെറിയൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് സെക്കൻഡ് വീഡിയോയിൽ, സെക്കൻഡ് ഡേ നമ്മൾ പോയതിൽ കുറേ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഐഷു ബേബി ഇല്ലാത്തൊരു ട്രിപ്പാണിതെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആയപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അവിടെ ഇറങ്ങി ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്നുവടയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെയുള്ള ഈ ഒരു സീരീസ് ഓഫ് ലൈറ്റ് കാണുന്നത് കേട്ടോ. അപ്പം ഇത് പഴനി ടെമ്പിളാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ തമിഴ്നാട്ടിൽ വരുന്നത്. അപ്പം ഡിണ്ടിഗലിലും അപ്പം ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പഴനി ടെമ്പിൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇത് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ കുറേ അങ്ങോട്ടൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സുജിത്തേട്ടൻ്റെ ഈ ഒരു ബോർഡ് വായിക്കാനുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നേ. ചായയൊക്കെ കുടിച്ച് സെറ്റായപ്പോഴേക്കും എല്ലാവരും ഫോണൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവരെല്ലാവരും ഉള്ളിൽ കയറി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടേ. ഇപ്പം നമ്മൾ ഡിണ്ടിഗലിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലുള്ള വ്യൂ ആണ് കേട്ടോ ഇതെല്ലാം. അതെന്നാണത് ബ്യൂട്ടിഫുൾ ആയിട്ടോ. നമുക്ക് ഇതിന്റെ താഴെ ക്യാമ്പ് ചെയ്തല്ലോ തന്നെ കിടത്തിട്ട് ഒരു പാറ കെട്ടി തുടങ്ങിയ അടുത്തല്ല വരാം. പാളവും നല്ല മരപ്പാളം. ഞങ്ങളെ കൂട്ടത്തിലെ പ്രോ സിംഗറിൻ്റെ ഒരു പാട്ടിലെ ചെറിയൊരു വരികളാണ് നിങ്ങളിപ്പോൾ കേട്ടത് കേട്ടോ. ഇവിടുത്തെ ആ ഒരു പച്ചപ്പും ഹരിതാപയും ഒന്നും ശരിക്കും പറഞ്ഞാൽ വർണ്ണിക്കാൻ വാക്കുകളില്ല കേട്ടോ. കാരണം ഈ രാവിലെ തന്നെ ആയതുകൊണ്ട് ഏർലി മോർണിംഗ് ആണല്ലോ. അപ്പം ഈ സണ്ണിൻ്റെ ഈ റേസ് വന്നിട്ടുള്ള കാരണം നമ്മൾ വീട്ടിൽ നിന്നും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഷെയ്ഡിലുള്ള മരങ്ങൾ, ഇലകളും അതൊക്കെ ആയിട്ട് കണ്ടിട്ട് ഭയങ്കര രസമായിരുന്നു. കുറേ നേരം നമ്മൾ അങ്ങോട്ട് തന്നെ നോക്കിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളെപ്പോലെ തന്നെ മുക്കിന് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സുജിത്തേട്ടനും കേട്ടോ. അപ്പം ഈ ഒരു വ്യൂ, അതായത് സൺലൈറ്റൊക്കെ അങ്ങനെ നല്ലൊരു സൺറൈസ് അങ്ങനെ വരുന്നൊരു വീഡിയോ സുജിത്തേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷെയർ ചാറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് മൂപ്പര്. അപ്പം ആ ഒരു എന്താ പറയുക, അതിൽ കുറേ വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാൻ ആ ഒരു വീഡിയോ നമ്മൾ നോക്കട്ടെ, നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ലേ ഈ ഒരു സണ്ണിൻ്റെ റേസ് കാരണം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നേരം വെളുത്ത് ഇങ്ങനെ വരുവാണല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല തരത്തിലുള്ള മരങ്ങൾ, യൂക്കാലിപ്സ് മരങ്ങളൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ISROയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടെ ഇതുപോലെ പല സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബസ്സുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ബസ്സുകളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ യൂക്കാലിപ്സ് മരങ്ങളുടെ ഇടയ്ക്കുള്ള ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര ഒരു രസമായിരുന്നു. ഭയങ്കര എന്താ പറയുക, എനിക്ക് ആ ഒരു ഇതാണ് വേഗം തന്നെ ഓർമ്മ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ ISRO ലൈഫിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് പോയിട്ട് അത് അത്രയും എന്താ പറയുക, ഭയങ്കര എനിക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ യൂക്കാലിപ്സ് മരങ്ങളെപ്പം കാണുമ്പോഴും എനിക്ക് ആ ഒരു ഓർമ്മകളാണ് വരിക എപ്പോഴും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാ ഭയങ്കര രസമായിട്ടാണ് ആ മലകളും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊടൈക്കനാലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഈ ഒരു ചുരം കഴിഞ്ഞിട്ട് വേണമല്ലോ കൊടൈക്കനാൽ എത്തണമെങ്കിൽ. അപ്പം ആ ഒരു ടൈമിൽ ഞങ്ങൾ ബസ്സിലാണെങ്കിൽ നന്നായിട്ട് പാട്ടും വെച്ചിട്ടുണ്ട്. അത് കാരണം നമ്മൾ അടിച്ച ചളികളൊന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും അതൊക്കെ കൂടെ കേൾക്കുമ്പോഴായിരുന്നു കുറച്ചും കൂടി രസം. കാരണം എന്താ പറയുക, ഞങ്ങൾ ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ വൈബുള്ള ആൾക്കാരായിരുന്നു. അപ്പം ഏജ് ഡിഫറൻസ് നമ്മൾ തമ്മിൽ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഭയങ്കര വൈബിലൊക്കെ സെയിം വൈബുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അടിച്ച ചളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കുറേ. പക്ഷേ എന്ത് ചെയ്യാൻ, ആ ട്രാവലറിൽ പാട്ട് വെച്ചത് കാരണം നമുക്ക് എന്താ പറയുക, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ.
അത് കാരണമാണ് നമുക്കതൊന്നും പ്ലേ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഒരു ട്രിപ്പ് വരുന്ന സമയത്ത് എന്തായാലും ഇനി ഇങ്ങനെ പാട്ടുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പറയുന്നതായിട്ടുള്ള കുറേ ചളികളും കുറേ ട്രോൾസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു കറക്റ്റ് ഒരു വൈബ് നിങ്ങളിലേക്കും എനിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇത് പക്ഷേ എത്രത്തോളം നിങ്ങളിലേക്ക് ആ ഒരു ട്രിപ്പിൻ്റെ ആ ഒരു ഇത് ഞങ്ങൾക്ക് ഒരു എസൻസ് നമുക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഇതിപ്പം എൻ്റെ വോയിസ് ഓവർ തന്നെയാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം നേരത്തെ ഞാൻ കേൾപ്പിച്ചൊരു ചെറിയൊരു ക്ലിപ്പൊക്കെ കേട്ടില്ല, അതിൽ പാട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ സമയത്ത് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു പോർഷൻ നിങ്ങളൊക്കെ കേൾപ്പിച്ചു തന്നത്. പക്ഷേ ഇതിലും ഒരുപാട് രസമായിട്ട് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യണം, അതൊന്നും പ്ലേ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ട്രിപ്പിൽ അതൊക്കെ സെറ്റാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞിട്ടുള്ള യൂക്കാലിപ്സ് മരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഫീലായിരുന്നു. അതെനിക്ക് പറയാനേ പറ്റുന്നില്ല, കാരണം അത്രയ്ക്കും അടിപൊളിയായിരുന്നു. എനിക്ക് ആ ഒരു നൊസ്റ്റു ഒക്കെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞങ്ങളിതാ ഈ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് നല്ല കാഴ്ചകൾ ഇനി കാണാനുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഇതൊക്കെ ത്രില്ലൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കര സോ എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ. കാരണം നമ്മൾ ഫസ്റ്റ് ആയിട്ടാണല്ലോ, എല്ലാവരും ഫസ്റ്റ് ടൈം തന്നെയാണ് ഈ കൊടൈക്കനാലിലേക്ക് വരുന്നത്. അപ്പം ആരും പോകാത്തത് കാരണമാണ് ഞങ്ങൾ ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും പോകാത്തൊരു സ്ഥലം വേണമല്ലോ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് നമ്മൾ ഈ കൊടൈക്കനാൽ ചൂസ് ചെയ്യുന്നത് തന്നെ. ഇനി നെക്സ്റ്റ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പറയാനായിട്ടില്ല, നടക്കുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. സോ ഞങ്ങളിപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയറി അവസാനം ഇവിടെ എത്തി കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്ത് ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഒന്ന് കയറി നോക്കൂ, ഭയങ്കര രസമാണ്, ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടോയെന്ന് പറഞ്ഞു. എഴുതിയിരിക്കുന്നത് വെള്ളി നീർവീഴ്ചി പൂങ്ക എന്നാണ് കേട്ടോ. സിൽവർ കാസ്കേഡ് പാർക്കാണ്. അപ്പം നമ്മളിവിടെ കയറി വെള്ളച്ചാട്ടമായിരുന്നു ഇത് ഇവിടെ കാണാനായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചെറിയൊരു പോർഷനാണുള്ളത്. പിന്നെ താഴോട്ട് അതിൻ്റെ ഒഴുകി പോകുന്നത് വേറൊരു ജസ്റ്റ് ഒരു തോട് പോലെ ആയിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിലേക്ക്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു സൈഡിലേക്ക് അതാ കണ്ടില്ലേ, താഴേക്ക് അതങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് പിക്സൊക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഞങ്ങളൊരു കോണൊക്കെ വാങ്ങി അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ബോയിൽഡ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് അതാണല്ലോ. അങ്ങനെ ഇത് പറഞ്ഞ് നമ്മൾ ലോഡ്ജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ലോഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോഡ്ജ് പോലെ തന്നെ കുറേ എന്താ പറയുക, ഇതുപോലെയുള്ള കുറേ ലോഡ്ജസാണ് കാണുന്നത്. കുറേ വീടുകളൊക്കെയാണ് ഇവരിങ്ങനെ ജസ്റ്റ് കൊടുത്തേക്കുക ഇങ്ങനെ താമസിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ വ്യൂവും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇനിയിപ്പം നൈറ്റ് വ്യൂ ഒക്കെ എന്തായിരിക്കും എന്നുള്ളത് ഇതിനെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പം ഞങ്ങൾ റൂമിലേക്ക് കയറി. ഞാൻ എൻ്റെ ഫോണെല്ലാം ചാർജ് ചെയ്തിട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ കുറച്ച് പേര് താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇരുന്ന ശേഷം ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ദോശയും ചട്ടണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നിന്നു. ഡോണി എന്നാണ് കേട്ടോ നായ്ക്കുട്ടിയുടെ പേര്. കാര്യം സാധിക്കാൻ വേണ്ടി പോവുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ മൂപ്പര് തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും ഇവര് പേര് ദണ്ഡവാണി എന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഓണർ. ടോണി പാപ്പാക്ക് എല്ലാം ചെയ്യും. ഇത് അത് കളിക്കുന്നതും പോരാ, എനിക്ക് കളിക്കുന്ന
പണിയാക്ക്. നോക്കൂ അങ്ങോട്ട്, നോക്കൂ നോക്കൂ. ഞാനും നോക്കിയ മുമ്പിലോട്ട്. കൊടുവള്ളി ഈ ടൂർ ഗ്രൂപ്പിന്റെ 4-മോ 5-മോ ട്രിപ്പായ സംബന്ധിച്ച എല്ലാവരെയും ഞാൻ സ്വാഗതം. ഇവിടെ ഓറഞ്ചിന് വേണ്ടി തല്ല് കൂടുന്ന ആളുടെ ഞാൻ ഓറഞ്ച് അവിടെ ഉണ്ടായില്ലോ. ഇതൊന്നാ പോയിണ്ടാവും അല്ലേ? അങ്ങനെ നമ്മളിത് കോക്സ് വാക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ അധികം പേർച്ചേസിങ് തന്നെയാണ് കേട്ടോ ഉള്ളത്. കുറേ സ്ട്രീറ്റുകളിൽ ഇങ്ങനെ കുറേ ഇതൊക്കെ വെച്ചിട്ട് അവിടെ അങ്ങനെ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറേ നോക്കി നിന്നു. ഇവിടേക്കും എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നതിന് ശേഷം ടിക്കറ്റൊക്കെ എടുത്ത് இந்த மாதிரி இறங்கி உங்களுக்கு இருக்கலாம் இருக்குதா? நிறைய இருக்கு அந்த டைப். ஓ கடை ഇവിടെ ഇത് അമ്മ നേരത്തെ ഒന്നും പറയണ്ട. അവിടെ കിട്ടില്ല കളെടുക്കാന്നല്ലോ. നിങ്ങൾ അവിടെ നോക്കിയ സൈഡ്. അപ്പോൾ അതേ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ദിജേഷ് ചേട്ടനും അതുപോലെ തന്നെ ചേച്ചിയും കൂടി പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഇതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഇസ്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും മുന്നോട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ, അപ്പുറത്താണെങ്കിൽ ഫുള്ള് മലകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാനുള്ളത്. നല്ല വ്യൂ ആണ്. അപ്പം അതൊക്കെ അതാ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മലകളുടെ ഒരു വ്യൂ. அவ்வளோதான். ഒട്ടി ഒക്കെ പോട്ടുണ്ട്. അടിച്ചോ പൊട്ടിച്ചോ. 10 വെടിയുണ്ട്. കിട്ടാതെ എങ്ങനെ പോകും? പൊട്ടിയെ പൊട്ടാൻ വേണ്ടി നേരത്തെ വെച്ചാൽ എവിടെ ഉണ്ടാവില്ല. ഇങ്ങനെ പറയരുതായിരുന്നു. പഠിപ്പിച്ചു കൊടുക്കില്ല.
സൈഡിക്ക് രജേട്ടാ സൈഡിക്ക്. രജേട്ടാ സൈഡിക്ക്. നമ്മുടെ പ്രശസ്ത കേണൽ അനൂഷ് കണ്ടല്ലോ. ആയില്ലേ മുന്നിൽ കണ്ണുണ്ടാവും അവിടെ കുരുമുള. ആവട്ടെ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പില്ലേഴ്സ് റോക്കിലേക്കായിരുന്നു. അപ്പോൾ അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ പിക്സൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. കാരണം കൊടൈക്കനാലിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരും ഈ ഒരു സ്പോട്ട് മിസ്സാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ ഒരു സറൗണ്ടിങ്സ് തന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇത് എവിടെയാണ് എത്തിയിട്ടുള്ളതെന്ന്. യെസ്, നമ്മൾ എത്തിയിട്ടുള്ളത് ഗുണ കേവിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ചയോട് അടുത്തിട്ടുണ്ട് അവിടെ എത്തുന്ന സമയത്ത്. ബാക്കി വ്യൂസ് എല്ലാം കണ്ട് ഹലോ ഗായ്സ്. Oh my god. സെറ്റല്ലേ റൈറ്റില്ല കൊണ്ടിട്ടിരിക്കണം ഓർമ്മല്ല. അവിടെ ഉണ്ടായിരുന്ന ഏതൊരു കുരുത്തം കെട്ട കുറഞ്ഞതിൻ്റെ പണിയാണ് ഈ ബാഗ് എടുത്തിട്ട് മരത്തിൻ്റെ മുകളിൽ കൊണ്ടിട്ടത്. അപ്പോൾ അവരവസാനം കമ്പൊക്കെ എടുത്ത് എങ്ങനെയൊക്കെയോ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു. അവരെക്കാട്ടും ആൻസൈറ്റി ഞങ്ങൾക്കായിരുന്നു ഇതെപ്പോഴാവുന്നു ഇവർ ബാഗിൽ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളത്. അത്രയും നേരം ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാഗ് എപ്പോഴാണ് വരിക എന്ന്. ഉച്ചയായിട്ട് പോലും നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സ്വെറ്ററൊന്നും എടുക്കാതെ കുറച്ച് തണുപ്പിലൊക്കെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് നേരമൊന്നും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ വണ്ടിയിലെടുത്ത് എത്തിയതിന് ശേഷം ഞങ്ങൾ വേഗം സ്വെറ്റർ എടുത്ത് ഇടുകയാണ് ചെയ്തത്. കാരണം അത്രയും നല്ല തണുപ്പായിരുന്നു. പലരും സ്വെറ്ററൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കൂട്ടത്തിലുള്ള പലരും. പിന്നെ ഞങ്ങൾ എടുത്ത് സ്വെറ്ററൊക്കെ ഇട്ടു. പിന്നെ ശേഷം ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു. അവിടെയും ഉണ്ടായിരുന്നു ആക്ടിവിറ്റീസ്. എത്താനും തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പം അവിടുന്ന് അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ നേരെ പൈൻ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പോയി. അവിടുന്ന് കുറേ റീലെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഓരോരുത്തരും ഓരോ വഴിക്ക് പോവുകയായിരുന്നു. പിക്ക് എടുക്കാൻ വേണ്ടി അവർ കുറച്ച് പേര് ഇവിടെ കുറച്ച് പേര് അവിടെ എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, റീല് ഞങ്ങൾ ഉദ്ദേശിച്ച റീല് അവിടുന്ന് പൈൻ ഫോറസ്റ്റിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്ലാൻ ചെയ്ത് പോയതായിരുന്നു, പക്ഷേ എന്നാലും ശരി ഒരുപാട് പിക്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ലേക്കിലേക്കാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവും, കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞാൽ ഈ ലേക്കും ആരും മിസ് ചെയ്യാത്തൊരു സംഭവമാണ്. സോ ഞങ്ങൾ ആ ഒരു ലേക്കിലേക്കാണ് നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഫോട്ടോസ് എടുക്കും, നല്ല കറക്റ്റ് ലൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ആർക്കും വിശപ്പൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് ഞങ്ങൾ എന്താ പറയുക കോണും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചത് കാരണം ആർക്കും വിശന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോയിൽഡ് കോണായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തത്. ഒരുപാട് നടക്കാനുണ്ടല്ലോ, അപ്പോൾ നടന്ന് ഞങ്ങൾ ആ വ്യൂ ഒക്കെ കണ്ട് രാത്രി ആയതിനു ശേഷം ഞങ്ങൾ ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ലൈറ്റും ഫൗണ്ടേഷനൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ബ്ലൂടൂത്തൊക്കെ വെച്ച് സോങ്ങൊക്കെ കേട്ടിട്ട് അങ്ങനെ കഥയും പറഞ്ഞ് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകുന്നപ്പോൾ ഇതാണ് റൂമിൻ്റെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു ബിൽഡിങ്സിൻ്റെ ഒക്കെ അവിടെ ഉള്ള ഒരു ലൈറ്റിംഗ് സെറ്റിങ്സ് ഇതാണ്. അപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതുപോലൊരു ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്താ പറയുക, നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു രസമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് എത്തി. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ അത്രയും നല്ല തണുപ്പായിരുന്നു. രാത്രിയൊന്നും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്വെറ്റർ ഇട്ടിട്ട് പോലും നല്ല തണുപ്പായിരുന്നു. ഇവിടെ എത്തിയാലും ഞങ്ങൾ പിന്നെ വേഗം പോയത് ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിരുന്നു. ഫുഡ് ഡിണ്ടിഗൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ ക്യാമ്പ് ഫയർ ആയിരുന്നു അടുത്തത്. അങ്ങനെ അവർ ഇതൊക്കെ സെറ്റാക്കി തന്നു നമുക്ക്. ഫയറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ക്യാമ്പ് ഫയർ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ബ്ലൂടൂത്തൊക്കെ കണക്റ്റായി, പാട്ടൊക്കെ വെച്ച് പിന്നെ ഫുൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഈ ഗിറ്റാറൊക്കെ വെച്ച് കുറേ പ്രഹസനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കും ഞങ്ങൾക്ക് അങ്ങനെ ഗിറ്റാർ വായിക്കാനൊന്നും അറിയില്ല. ആ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പക്ഷെ ഞങ്ങളെല്ലാവരും ആ ഗിറ്റാറും വെച്ച് ഭയങ്കര നല്ല രസമായിരുന്നു. The Bluetooth device is connected successfully. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സെക്കൻഡ് ഡേ വീഡിയോ എന്ന് പറയുന്നത്. ഇനി തേർഡ് ഡേ വീഡിയോ ഞങ്ങൾ അടുത്തൊരു ഫ്രൈഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്, എല്ലാവരും കാണുക. ഇനിയും കുറച്ചും കൂടി വിശേഷങ്ങൾ ആ ഒരു വീഡിയോക്കകത്ത് വരുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഒരുപാട് പേര് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഞങ്ങളുടെ കൂടെ ഒന്ന് എന്താ പറയുക, കൂടെയിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക ഞങ്ങളിന്ന്. ഈ 14th ഞങ്ങൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.